60 ദിവസത്തെ വെടിനിർത്തൽ വൈകാതെ നടപ്പിലാക്കാനാകുമെന്ന് പ്രതീക്ഷ പങ്കുവച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എല്ലാ ബന്ദികളുടെയും മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു. ഹമാസ് മനുഷ്യ കവചമായി സ്വന്തം ജനതയെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വെടിനിർത്തൽ ധാരണ ഉടൻ നടപ്പാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത്. 60 ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കുന്നതോടെ ആദ്യഘട്ടം ബന്ദികളുടെ മോചനം സാധ്യമാക്കാനാകും. തുടർന്നുള്ള 60 ദിവസത്തെ കാലയളവിൽ സംഘർഷം പൂർണ്ണമായും ഒഴിവാക്കാനാകുമെന്ന പ്രതീക്ഷയും ബെഞ്ചമിൻ നെതന്യാഹു പങ്കുവച്ചു. 50ഓളം ബന്ദികളാണ് ഇന്നും ഹമാസിന്റെ കസ്റ്റഡിയിൽ തുടരുന്നത്. ഇതിൽ പകുതിയോളം പേരും മരിച്ചു എന്നാണ് സൂചന. വെടിനിർത്തൽ സംബന്ധിച്ച് തുടർ ചർച്ചകൾ നടത്താൻ ഖത്തറും ഈജിപ്തും നടപടികൾ ആരംഭിക്കുമെന്ന വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഹമാസ് തുടരുന്ന സംഘർഷതന്ത്രങ്ങൾക്കെതിരെ ശക്തമായ വിമർശനവും ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തി. ആക്രമണം നടത്തുകയും ഭരിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഹമാസ്. അവർ സ്വന്തം ജനതയെ മനുഷ്യകവചമായി ദുരുപയോഗം ചെയ്യുന്നു എന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഗാസ വിട്ടുപോകാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള അവസരം ഒരുക്കുമെന്ന് അമേരിക്കൻ സന്ദർശന വേളയിൽ ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. ഹമാസിനെ അധികാരത്തിൽ നിന്നും മാറ്റണമെന്ന സൂചനകൾ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ വ്യക്തമാവുന്നത്. ട്രംപുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മടക്കയാത്രയ്ക്ക് മുന്നോടിയായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു ഈ വിശദീകരണങ്ങൾ നടത്തിയത്. ട്രംപുമായുള്ള ചർച്ചകൾക്ക് ശേഷം മടക്കയാത്രയ്ക്ക് മുന്നോടിയായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു ഈ വിശദീകരണങ്ങൾ നടത്തിയതെന്നതും ശ്രദ്ധേയം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.